Hi all, welcome back to ANLearn Tutorials. നമ്മൾ ജിയോ ടെക്നിക്കൽ ഇൻവെസ്റ്റിഗേഷൻ്റെ മൊഡ്യൂൾ 5 ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതിനകത്ത് നമ്മൾ ഓൾറെഡി പ്രഷർ മീറ്റർ ടെസ്റ്റ് കഴിഞ്ഞു, ഫ്ലാറ്റ് ഡയലറ്റോമീറ്റർ ടെസ്റ്റ് കഴിഞ്ഞു, അതുപോലെ തന്നെ പ്ലേറ്റ് ലോ ടെസ്റ്റിൻ്റെ പ്രൊസീജിയർ, യൂസേഴ്സ് ആൻഡ് ലിമിറ്റേഷൻസ് കഴിഞ്ഞു. ഇനി അതിൻ്റെ തന്നെ നെക്സ്റ്റ് ഒരു പോർഷനാണ് മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ. അതും അതുപോലെ തന്നെ പ്ലേറ്റ് ലോ ടെസ്റ്റിൻ്റെ ഡാറ്റ ഉപയോഗിച്ചുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പഠിക്കാം. Modulus of subgrade reaction defined as the ratio between pressure and settlement at a given point. അത് ഞാൻ ഈ ഒരു ഇക്വേഷനിലൂടെ കാണിച്ചു. മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ കെ എസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണിക്കുന്നത്, അല്ലെങ്കിൽ സിംപ്ലി കെ എന്നുള്ള രീതിയിലായാലും നമുക്ക് കാണിക്കാം. ഈ മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ എന്ന് പറഞ്ഞാൽ പ്രഷർ ആണ്, ആൻഡ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെറ്റിൽമെന്റ് ആണ്. സോ ക്യൂ ബൈ എസ്, അത് റേഷ്യോ ബിറ്റ്വീൻ പ്രഷർ ആൻഡ് സെറ്റിൽമെന്റ് ആണ് നമ്മുടെ മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. The pressure required to produce unit settlement of plate. സെയിം കാര്യം തന്നെയാണ് പറയുന്നത്. അതായത് ക്യൂ ബൈ എസ് എന്നുള്ള രീതി, അതിൽ കൂടുതൽ കാര്യമൊന്നുമില്ല. ഡിഫിക്കൽട്ട് ടു ഡിറ്റർമൈൻ ഫോർ ക്ലേ സോയിൽസ് ഡ്യൂ ടു ലോങ് ടൈം ഓഫ് കൺസോൾട്ടേഷൻ സെറ്റിൽമെന്റ്. കാരണം എന്താണ്? കാരണം ക്ലേ സോയിലിൽ നമുക്ക് കുറേ ടൈം എടുത്താണ് അവിടെ ഒരു കൺസോൾട്ടേഷൻ സെറ്റിൽമെന്റ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ ക്ലേ സോയിൽസിൽ കണ്ടുപിടിക്കാൻ ഡിഫിക്കൽട്ടാണ്. ഇതൊരു ഡിമെറിറ്റ് പോലെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി ഈ മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? സൈസ് ഓഫ് ദി ഫൂട്ടിംഗ്, ഷേപ്പ് ഓഫ് ദി ഫൂട്ടിംഗ് ആൻഡ് ഡെപ്ത് ഓഫ് ദി ഫൂട്ടിംഗ്. അപ്പം നമുക്കിനി അത് മൂന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം സൈസ് ഓഫ് ദി ഫൂട്ടിംഗ്. ദ വാല്യൂ ഓഫ് കെ ഡിക്രീസസ് വിത്ത് ഇൻക്രീസിംഗ് ഫൂട്ടിംഗ് വിത്ത് ഓഫ് ഫൂട്ടിംഗ്. ഇവിടെ കെ എന്ന് ഉദ്ദേശിക്കുന്ന കെ എസ് എന്ന് തന്നെയാട്ടോ. നമുക്ക് കെ എന്നോ കെ എസ് എന്നോ പറയാം, നിങ്ങൾ അതിൽ കൺഫ്യൂസ്ഡ് ആവല്. സോ ഇവിടെ പറയുന്നത് ഈ കെ എസിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ദ വാല്യൂ ഓഫ് കെ എസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് വിത്ത് ഓഫ് ഫൂട്ടിങ്. ഇവിടെ നമ്മൾ സൈസിനെ പറ്റിയല്ലേ പറയുന്നത്. അപ്പൊ ഫൂട്ടിങ്ങിന്റെ ഒരു സൈസ് ആണല്ലോ ഈ വിട്ട് എന്ന് പറയുന്നത്. ഈ വിട്ട് ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ്? കെ എസിന്റെ വാല്യൂ, അല്ലെങ്കിൽ നമ്മുടെ മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ ഡിക്രീസ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഗ്രാനുലാർ സോയിലും കൊഹസീവ് സോയിലും ഇത് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഗ്രാനുലാർ സോയിലിന്റെ കേസിലുള്ള സബ്ഗ്രേഡ് റിയാക്ഷന്റെ ഇക്വേഷൻ, ആൻഡ് ഇതെന്ന് പറയുന്നത് കൊഹസീവ് ആയിട്ടുള്ള സോയിലിന്റെ. ഈ കെ എസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കെ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അവിടെ ഫൂട്ടിങ്ങിന്റെ സൈസ് എന്ന് പറയുന്നത് വിത്ത് ബി ആയിരിക്കും. ആൻഡ് കെ വൺ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടെ ഫൂട്ടിങ്ങിന്റെ വിത്ത് എത്രയാണ്? 1 മീറ്റർ ആണ്. 1 മീറ്റർ വിത്ത് ഉള്ള ഒരു ഫൂട്ടിങ്ങിന്റെ സബ്ഗ്രേഡ് മോഡുലസ് ആണ് കെ വണ്, ആൻഡ് ബി മീറ്റർ വിത്ത് ഉള്ള ഒരു ഫൂട്ടിങ്ങിന്റെ സബ്ഗ്രേഡ് മോഡുലസ് ആണ് കെ എസ് എന്ന് പറയുന്നത്. ഈ ഒരു കെ എസിന്റെ വാല്യൂ നമ്മുടെ വിത്ത് ഓഫ് ഫൂട്ടിങ്, ഈ വിത്ത് ഓഫ് ഫൂട്ടിങ് എന്ന് പറയുന്നത് ഈ ബിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ കെ എസിന്റെ വാല്യൂ എന്താണ്? കെ എസിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് ഷേപ്പ് ആണ്. For footing with same width B under same pressure Q and supported on the same soil, K decreases with the increasing length of the footing. അതായത് നമ്മുടെ ഫൂട്ടിങ്ങിന് സെയിം വിഡ്ത്തും ആണ്, അതുപോലെ സെയിം വിഡ്ത്ത് ആണ് ബി, അതുപോലെ സെയിം പ്രഷർ ക്യൂ ആണെന്ന് വിചാരിക്കുക. പക്ഷേ ലെങ്ത് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, ലെങ്ത് എല്ലാം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കെ വാല്യൂ എന്താണ്? കെ വാല്യൂ എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുവാണ് ചെയ്യുന്നത്. സോ കെ ഈക്വൽ ടു കെ എസ് ഇൻറ്റു 1 പ്ലസ് ബി ബൈ എൽ ഡിവൈഡഡ് ബൈ 1.5. കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബി ഇൻറ്റു എൽ സൈസിൽ വരുന്ന ഒരു ഫൂട്ടിങ്ങിന്റെ സബ്ഗ്രേഡ് മോഡുലസും, ഇനി കെ എസ് എന്ന് പറഞ്ഞതാണ് വിത്ത് ബി മീറ്റർ വരുന്ന ഒരു സ്ക്വയർ ഫൂട്ടിങ്ങിന്റെ സബ്ഗ്രേഡ് മോഡുലസ് ആണ് ഈ കെ എസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഡെപ്ത് ആണ്. ഗ്രാനുലാർ സോയിൽസിന്റെ കേസിൽ കെ എസ് ഈക്വൽ ടു കെ വൺ ഇൻറ്റു ബി പ്ലസ് 0.3 ഡിവൈഡ് ബൈ ബി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് 2 ഡി എഫ് ബൈ ബി. ഇതാണ് ഗ്രാനുലാർ സോയിലിന്റെ സബ്ഗ്രേഡ് റിയാക്ഷന്റെ മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷന്റെ ഇക്വേഷൻ വരുന്നത്. പക്ഷെ മാക്സിമം വാല്യൂ വരുന്നത് എത്രയാണ്? കെ എസ് ഈക്വൽ ടു ഇതാണ് മാക്സിമം വാല്യൂ വരുന്നത്. ഇത് ഗ്രാനുലാർ സോയിൽസിന്റെ കേസിലാണ്. കൊഹസീവ് സോയിൽ ആകുമ്പോൾ എന്താണ്? ഈ ഡെപ്തിന് വലിയ ഒരു ഇഫക്റ്റ് വരുന്നില്ല നമ്മുടെ മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷനിൽ. ഇത്രയാണ് ആ ഫാക്ടേഴ്സിൻ്റെത്. ഈ മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് അത്ര ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണെന്ന് ഞാൻ പറയില്ല, എന്നാലും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇക്വേഷൻസ് ഓർത്ത് വയ്ക്കാൻ കുറച്ച് പാടാണ്. ഇതിനെപ്പറ്റി ഉള്ള ന്യൂമറിക്കൽസ് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ തവണയും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന മാറ്റം, ചിലപ്പോൾ ചോദിക്കാത്ത പോർഷനിൽ നിന്നൊക്കെ ചോദ്യം ചോദിച്ചു എന്നിരിക്കും. പക്ഷെ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഇതുവരെയും അങ്ങനെ ചോദിച്ച് കണ്ടിട്ട് നമ്മൾ അത്ര ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാൽ പഠിക്കണം പറ്റുവാണെങ്കിൽ ഓർത്ത് വെക്കുക.
അവസാനം ഈ ഒരു പോർഷനിൽ നിന്ന് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് എഴുതാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരരുത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം, a plate load test using a plate of size 30 by 30 centimeter was carried out at the level of a prototype foundation. The soil at the site was cohesionless with the water table at great depth. The plate settled by 10 mm at a load intensity of 160 kN per meter square. Determine the settlement of a square footing of size 2 by 2 meter under the same load intensity. അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണ് ചോദിച്ചിരിക്കുന്നത്? നമുക്ക് സെറ്റിൽമെന്റ് ഓഫ് സ്ക്വയർ ഫൂട്ടിങ്ങിന്റെ സെറ്റിൽമെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് ഇവിടെ നമ്മൾ ഇത്രയും നേരം പഠിച്ചതിൽ ഒരു ഇക്വേഷൻ ആദ്യം പഠിച്ചത് ഏതായിരുന്നു? സെറ്റിൽമെന്റിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചത് ഏതാണ്? ഓക്കെ, ഇതാണ് സെറ്റിൽമെന്റിന്റെ ഒരു ഇക്വേഷൻ. അത് ക്ലേ സോയിലും സാൻഡി സോയിലും പഠിച്ചു. ക്ലേ സോയിലാണെങ്കിൽ ഈ ഫസ്റ്റ് വണ്ണും സാൻഡി സോയിലാണെങ്കിൽ സെക്കൻഡ് വൺ എന്നുള്ള ഇക്വേഷൻ ആണ് നമുക്ക്. അപ്പൊ നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് നോക്കാം, നമുക്ക് ഏത് ടൈപ്പ് ഓഫ് സോയിലാണ് തന്നിരിക്കുന്നതെന്ന്. ഓക്കെ, കൊഹിഷൻലെസ് സോയിൽ എന്നാണ് പറഞ്ഞേക്കുന്നത്. കൊഹിഷൻലെസ് സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അതെന്താണ്? സാൻഡി സോയിലാണ്. കൊഹസീവ് എന്ന് പറയുമ്പോഴാണ് ക്ലേ സോയിൽ വരുന്നത്. സോ നമ്മുടെ സെറ്റിൽമെന്റിന്റെ ഇക്വേഷൻ എന്താണ്? SF ഈക്വൽ ടു SP ഇൻറ്റു BF ഇൻറ്റു BP പ്ലസ് 0.3 ഡിവൈഡ് ബൈ BP ഇൻറ്റു BF പ്ലസ് 0.3 ദ ഹോൾ സ്ക്വയർ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ SP-ന്റെ വാല്യൂ 10 ആണ്, BF-ന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്, BP-ന്റെ വാല്യൂ 0.3 ആണ്. ആൻഡ് ഇത് വെച്ച് നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സെറ്റിൽമെന്റ് ഓഫ് ഫൂട്ടിങ് 30.24 mm കിട്ടും. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക ശരിയാണോ എന്നുള്ളത്. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് ഡാറ്റ ആർ ഗിവൺ ബിലോ. Plot the load settlement curve and find the ultimate bearing capacity. Width of plate equal to 300 mm and least count of dial gauge is 0.01 mm. ഓക്കെ, അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ ഇതാണ്. ലോഡ് ഇൻറ്റൻസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്, ഡയൽ ഗേജ് റീഡിങ്സും നമുക്ക് തന്നിട്ടുണ്ട്. 3 ഡയൽ ഗേജ് ആണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. സോ 3 ഡയൽ ഗേജിലൂടെ കിട്ടിയ വാല്യൂസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ നമുക്കിനി ഇവിടെ ചോദ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ലോഡ് സെറ്റിൽമെന്റ് കർവ് പ്ലോട്ട് ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നെങ്കിൽ ലോഗ് സ്കെയിലിൽ നമുക്ക് വരയ്ക്കാം, അല്ലെങ്കിൽ നോർമലി വരയ്ക്കാം. നോർമലി വരയ്ക്കണതാണ് എപ്പോഴും ഈസി ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡാറ്റ നമ്മൾ എഴുതി. അതുപോലെ തന്നെ നമ്മൾ 2 കോളം അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ആവറേജും അതുപോലെ തന്നെ ഡീഫോർമേഷൻ. നമുക്ക് 3 ഡയൽ ഗേജ് എന്നുള്ള റീഡിങ്സ് ഉണ്ട്. ഇതിന്റെ ഒരു ആവറേജ് നമുക്ക് എടുക്കണ്ടേ? ആ ആവറേജ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഓരോ 0 ആണെങ്കിൽ 0, 186, 192, 192 വരുന്നു. അപ്പോൾ ഇതിന് 3 ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 3 കൊടുക്കുമ്പോൾ നമുക്ക് ആവറേജ് വാല്യൂ കിട്ടും. അത് നമ്മൾ ഈ സൈഡിൽ എഴുതുക. ഇനി ഡീഫോർമേഷൻ നമുക്ക് വേണ്ടത് mm-ലാണ്. അപ്പോൾ ഈ mm-ലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യണത്? അപ്പോൾ നമ്മുടെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.01 mm ആണ്. അപ്പോൾ 188.1 ഇൻറ്റു 0.01 ചെയ്യുക. അപ്പോൾ നമുക്ക് ഡീഫോർമേഷൻ എല്ലാം 1.881, 3.5607 ആ ഒരു വാല്യൂ നമ്മുടെ ലീസ്റ്റ് കൗണ്ട് എത്രയാണോ ആ ഒരു രീതിയിലേക്ക് നമുക്ക് ഇവിടെ എഴുതാനായിട്ട് പറ്റി. ഇനി നമുക്ക് എന്താണ്? ഇനി നമുക്ക് ലോഡും അതുപോലെ തന്നെ സെറ്റിൽമെന്റും വെച്ചിട്ടുള്ള ഒരു ഗ്രാഫ് നമുക്ക് പ്ലോട്ട് ചെയ്യണം. നമുക്ക് നോർമൽ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. ലോഡ് എന്ന് പറയുന്നത് 0, 55, 110, 165 അതങ്ങനെ തന്നെ. ആൻഡ് ഡീഫോർമേഷൻ എന്ന് പറയുന്നത് ഈ 0, 1.881, 3.5607 ഇതാണ് വരുന്നത്. സോ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഇതുപോലൊരു പ്ലോട്ടാണ് വരുന്നത്. ഇത് ഞാൻ കൈകൊണ്ട് വരച്ചത് കൊണ്ടാണ് ഇതിനകത്ത് കുറച്ചൊക്കെ ഒരു വ്യത്യാസം വരുന്നത്. പോയിന്റ്സ് ഒക്കെ കറക്റ്റ് വാല്യൂ ആയിരിക്കണം എന്നില്ല. നിങ്ങൾ ജസ്റ്റ് പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് വരച്ചു നോക്കുക. ഞാനിതിപ്പോൾ ജസ്റ്റ് ഓടിച്ച് എൻ്റെ കൈ കൊണ്ട് വരച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ചിലപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇതായിരിക്കണം എന്നില്ല. ഓക്കെ, അപ്പം നമ്മൾ ലോഡിനനുസരിച്ചുള്ള സെറ്റിൽമെന്റ് വാല്യൂസ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താണ് ചെയ്യണത്? ടാൻജന്റ് വരയ്ക്കുവാണ്. ഇവിടെ നിന്നും അതുപോലെ തന്നെ ഇവിടെ നിന്നും ടാൻജന്റ് വരച്ചു. ആ ടാൻജൻസ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് നമ്മൾ എക്സ് ആക്സിസിലേക്ക് ഒരു മാർക്ക് ചെയ്യുവാണ് ചെയ്യുന്നത്. അന്നേരം കിട്ടിയ വാല്യൂ ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ആയിട്ട് എടുക്കുന്നത്. ഇവിടെ ഏകദേശം 200-ന്റെയും 300-ന്റെയും ഇടയ്ക്കാണ്. ഒരു 242 ആണ് ഇവിടെ വരുന്ന വാല്യൂ. 242 kN/m² ആണ് ഇതിന്റെ അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാവരും ഈ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കണം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ 2 പ്രോബ്ലമാണ് പ്ലേറ്റ് ലോഡ് ടെസ്റ്റിൽ പഠിക്കാനുള്ളത്. അപ്പോൾ പ്ലേറ്റ് ലോഡ് ടെസ്റ്റും കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അടുത്തത് റോക്ക് കോർ സാമ്പിളിംഗ് ആണ് പഠിക്കാനുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പഠിക്കാം. സോ ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഓൾ.